ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ. നമ്മുടെ അടുക്കൽ വരുന്നവരെ, ഈ ലോക മനുഷ്യരായിട്ടുള്ളവരെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ മതി, സുവിശേഷം പറഞ്ഞാൽ മതി. പിന്നെ ആഴത്തിലേക്ക് പഠിപ്പിച്ച് അവനെ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷം വേദപുസ്തകത്തിൻ്റെ മറ്റതാളുകളിലൊക്കെയുള്ള ന്യായപ്രമാണം കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിക്കാം, കുഴപ്പമില്ല. നമുക്ക് അതിനുള്ള സമയമുണ്ടോ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിപ്പിച്ചെടുത്ത് രക്ഷയിലേക്ക് നടത്താൻ സമയമുണ്ടോ നമ്മുടെ മുമ്പിലേ? കർത്താവ് സഭയെടുക്കാൻ പോവുക, കാഹളം ധരിക്കാൻ പോവുക. സമയമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോ, എനിക്ക് ഒരു എതിർപ്പുമില്ല അതിലേ. പക്ഷെ കുറഞ്ഞ വർഷം ക്രിസ്തുവിൽ അവരെ തികഞ്ഞവരാക്കണം. ന്യായപ്രമാണം പ്രസംഗിച്ചോ ഏത് പ്രമാണം പ്രസംഗിച്ചാണെങ്കിലും ക്രിസ്തുവിൽ അവരെ തികഞ്ഞവരാക്കി നിർത്തണാനുള്ള ഉത്തരവാദിത്വം ഉപദേശിമാർക്കുണ്ട്, എനിക്കുണ്ട്, കർത്താവിൻ്റെ ദാസന്മാർക്കുണ്ട്. അവരാ കൃത്യനിർവഹണം നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. അത് പറഞ്ഞ് ഞാൻ പോവാം. അപ്പോൾ ഇവിടെ റബ്ബി, നീ എപ്പോൾ എവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ, ഞാൻ ഇവിടെ പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. എന്താണ് നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരം? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. ആത്മാവിൻ്റെ ആഹാരമാണ് ദൈവവചനം. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുക. ആത്മാവിനെ പാനം ചെയ്ത് ദൈവവചനം ഭക്ഷിച്ച് അനുദിനം ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് വരുന്ന ഒരു ഭക്തന് സ്വർഗരാജ്യത്തേക്ക് പോകാൻ ഈസിയാ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ തെളിച്ച് പറയട്ടെ. കർത്താവായ യേശുക്രിസ്തു തന്ന പഥ്യവചനം, പഥ്യോപദേശം വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൻ ജീവിതം നയിച്ച് ആത്മാവിനാൽ നടത്തപ്പെട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിച്ച് സ്വഭാവമുള്ളവനായി ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് നിത്യജീവനിലേക്ക് അനായാസനെ പ്രവേശിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന്റെ ദാസനായിരിക്കില്ല. ദൈവത്തിന്റെ ദാസനല്ലെങ്കിൽ പിന്നെ ആരുടെ ദാസൻ നമ്മൾ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരുടെ ദാസൻ? സാത്താന്റെ ദാസൻ. മനസ്സിലാകുന്നില്ലേ? കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരായി, ദൈവത്തിന്റെ ദാസിമാരായി നമ്മൾ ജീവിക്കുക. ദൈവത്തിന്റെ ദാസൻ എങ്ങനെയാവും? ചോദ്യം. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി തീർന്നുള്ള ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി തീരുമ്പോഴാണ് ദൈവത്തിന്റെ ദാസനാകുന്നത്. അല്ലാതെ ദൈവത്തിന്റെ ദാസനാകത്തില്ല. നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായി തീരണമെങ്കിൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും ആകുന്നില്ല. ആകാനുള്ള ആരംഭമാണ്, ചവിട്ടുപടികളാണത്. എന്നാൽ പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരാകണം. പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം, അങ്ങനെ തന്നെ പറയണം. പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. റോമാസഭയെ പൗലോസ് എന്ത് ചെയ്തു? നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. 16:16 നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. റോമാസഭയെ പൗലോസ് ഉപദേശം പഠിപ്പിച്ചു, പത്രോസ് യോഹന്നാൻ എല്ലാവരും അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചു. റോമാസഭ അത് പഠിച്ചു. ഇന്ന് സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. സങ്കീർത്തനം വായിച്ച പാട്ടും പാടി ഇങ്ങനെ കൊണ്ടുപോകും. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഈ തുറന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയാനാണ് എനിക്ക് ജീവനെ തന്നേക്ക്. എനിക്കിനി വലിയ കാലമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 വർഷമൊക്കെ കിട്ടിയാലായി. സ്വത്രം. ഇടുക്കുവാതിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക, തികച്ചും ഇടുക്കുവാതിൽ. പ്രിയ ദൈവമക്കളെ, ഇടുക്കുവാതിലൂടെ പോയാലേ പറയാൻ പറ്റുള്ളൂ. വിശാലമായ വഴി പോയാൽ പറ്റത്തില്ലെന്ന് ഞാനല്ല, കർത്താവ് പറഞ്ഞത്.
ഇടുക്കുവാലൂടെ അകത്ത് കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയില്ല താനും. ഇടുക്കുവാലൂടെ കടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, പോരാടണം. ആരോട് പോരാടണം? ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് അവർ വന്നേക്കുന്ന എന്തിനാ? ഇന്നലെ ആഹാരം ഭക്ഷിച്ചു, തൃപ്തിയായി, ശിഷ്യന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി, ഇവരെല്ലാം വയറ് പൊളിയെ തിന്നു. ഈ 10,000 പുരുഷന്മാരാ കഴിച്ച ആഹാരം കഴിച്ച്. ഈ പുരുഷന്മാരെല്ലാം കൂടി 10,000 പേരുണ്ട്. അവര് പിന്നെയും കിട്ടുമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. അങ്ങനെ ഉള്ളവരോടാണ് കർത്താവ് പറയുന്നത്. 27-ാം വാക്യം വായിച്ചേ പാസ്റ്റർമാ, ആരെങ്കിലും വായിച്ച് 27, 6-27. ആ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കുകയും. കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് എന്താ തന്നത്? നിത്യജീവന്റെ വചനങ്ങൾ പ്രിയമുള്ളവർ തന്നത്. കാശുണ്ടാക്കാനുള്ള വഴിയൊന്നുമില്ല തന്നത്. അത് പാസ്റ്റർമാർ അതിനെ കാശുണ്ടാക്കാനുള്ള വഴിയാക്കി മാറ്റി, കസേരയ്ക്ക് വേണ്ടിയുള്ള ഉറപ്പാക്കാൻ മാറ്റി. ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാനുള്ളൊരു വശമാക്കിയ ഉപദേശിമാരത് മാറ്റി. അത് വലിയ പാപമാണ്, വിട്ടോടിക്കോണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മളെല്ലാവരും പറയല്ലേ, കാറ് തരാനല്ല, വീട് തരാനല്ല, ലോറി തരാനല്ല, മറ്റു കാര്യങ്ങളൊന്നും തരാനല്ല, നിത്യജീവൻ തരാനാണ് കർത്താവ് വന്നത്. നിത്യജീവൻ, നിത്യജീവൻ. ആ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകട്ടെ, നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നുള്ള വാക്യമെടുത്ത് ഉപദേശിമാർ കോട്ടിക്കളഞ്ഞ് കൂട്ടിയേർത്ത് മറിച്ച് കളഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിനക്ക് സമ്പത്ത് തരാനല്ല വന്നത്, ആത്മീക സമ്പത്ത് തരാനാണ് വന്നത്. അത് പ്രാപിച്ചെടുക്കണം. നിത്യജീവൻ നമ്മൾ പ്രാപിക്കാൻ വേണ്ടി വചനപ്രകാരം ഓടിക്കൊണ്ടിരിക്കണം. മനസ്സിലായി? റോമാലേഖനം 6-ാം അധ്യായം പറയും, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് കിട്ടും? ലജ്ജ, അതിൻ്റെ അവസാനം മരണം. നീതി ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് കിട്ടും? വിശുദ്ധീകരണം. വിശുദ്ധീകരണം, വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം ഈക്വൽ ടു നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് മനുഷ്യപുത്രൻ തരാൻ പോകുന്നത് നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന വിലയേറിയ വചനങ്ങളാണ്. അതാർക്കും വേണ്ട. ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൾട്ട് ഉപദേശിമാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി. വേദപുസ്തകം തുറന്ന് ഒറ്റ വാക്യം വായിക്കും. ഒറ്റ വാക്യം വായിച്ചിട്ട് അവർ തന്നെ പറയും, ക്ലോസ് ടു യുവർ ബൈബിൾ, പുസ്തകം മടക്കി വയ്ക്കുക. ഞാൻ അങ്ങനെ ഒരു പ്രസംഗം കേട്ടു. ഞാൻ ഇറങ്ങി അവിടെ നിന്ന് ഓടിയ ഓട്ടം വീട്ടിൽ പോയാൽ നിന്ന്. ഏതാണെന്നറിയാ പ്രസംഗം? നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു 16 വയസ്സുള്ള ഒരു പീറ ചെറുക്കൻ ഒരു മഞ്ഞ ഉടുപ്പിട്ട് വന്ന് ഈ വാക്യം എടുത്ത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പുള്ളി വല്ലവരോട് ക്ലോസ് യുവർ ബൈബിൾ, എല്ലാവരും വേലസ് അടക്കി വെക്കാൻ. ആ വാക്യം വായിക്കാൻ വേണ്ടി മാത്രം പുസ്തകം എടുക്കുക. അത് കഴിഞ്ഞ് അടക്കി വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് മൈക്ക് ഊരി എടുത്തിട്ട് നിനക്ക് തരുന്ന വീട്, നിനക്ക് തരുന്ന കാറ്, നിനക്ക് തരുന്ന ലോറി, നിനക്ക് തരുന്ന വിസ, നിനക്ക് തരുന്ന ബ്രാൻഡഡ് കാറ്, നിനക്ക് തരുന്ന എന്തൊക്കെ എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്ന് എനിക്ക് ഈ പേട്ട് ചെറുക്കൻ അവിടെ പറഞ്ഞു കൂട്ടിയത് എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അന്ന് എനിക്ക് മൊബൈലൊന്നും കയ്യിലില്ല, ഞാൻ അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകുന്നതന്നെ. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ. അന്ന് എനിക്ക് മനസ്സിലായി, ഇവിടെ നമ്മളെ തുലയ്ക്കാനായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നരകത്തിലേക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ. ഈ ഓടാത്ത വണ്ടീനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന രീതി കൊണ്ട് കണ്ടിട്ടില്ലേ? അതുപോലെ കെട്ടി വലിച്ചുകൊണ്ട് പോകാനായിട്ട് മരണവണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കൾട്ട് ഉപദേശികളുടെ വേഷത്തിലാണ്. സൂക്ഷിച്ചു കൊള്ളുക, ജാഗരൂകരായിരിക്കുക. നമുക്ക് വേണ്ടത് നിത്യജീവൻ. അപ്പം തിന്നാനും അടയാളം കാണാനും അത്ഭുതങ്ങൾക്കും വേണ്ടി യേശുവിൻ്റെ പുറകെ പോയ ശിഷ്യഗണങ്ങൾ 5 അപ്പത്തെ വാഴ്ത്തി നുറുക്കി തിന്ന് ഭക്ഷിച്ച് തൃപ്തിയായി പിന്നെയും കിട്ടുമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്ക വന്നവരോട് യേശു കർത്താവ് പറഞ്ഞ വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. നിത്യജീവൻ ആർക്കെങ്കിലും വേണോ? കർത്താവ് പറഞ്ഞ വചനത്തെ ഫോളോ ചെയ്തോ.
അല്ലാതെ വല്ലതും പലതും പറയണ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിറകെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? നിത്യമായ നരകാഗ്നിയിലേക്ക് നമ്മൾ പോകും. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയമുള്ളവരെ, ഞാൻ പണം ഉണ്ടാക്കാൻ ഓടിക്കൊണ്ടിരുന്നവനാ, ഞാൻ കോടീശ്വരനാകാൻ ഓടിക്കൊണ്ടിരുന്നവനാ. അതിനുള്ള സകല സാധ്യതകളിൽ മുമ്പിൽ കിട്ടിയതാണ്. നല്ല 1-ാം നമ്പർ ജോലി, കൃത്യമായ ശമ്പളം, കൃത്യമായ ഓവർ ടൈം, കൈനിറച്ച് പണം, വെക്കേഷൻ വരുമ്പോൾ കൈ കിട്ടുന്ന കാശിന് കണക്കില്ല. അതുപോലെ ധാരാളിയായി കൊണ്ടുവന്ന് കൊരങ്ങൻ്റെ കൈ പൂമാല കിട്ടിയതുപോലെ പിച്ചി ചീന്തി കളഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇടുക്കുവാതിലൂടെ പോകാൻ കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിച്ചു കൊണ്ടാണ് അത് സംഭവിച്ചത്. അന്ന് അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ ഞാനും ഒരു കോടീശ്വരനായി യേശുവിൻ്റെ അടുക്കൽ നിത്യജീവന് വന്ന ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരനായി ഞാനും തീർന്നതന്നെ. ദുഃഖത്തോടെ ഞാൻ പോയിട്ട് വന്നേനെ. ഇപ്പം എനിക്ക് നോക്കാൻ മേലെ ആകാശം വീഴിയ ഭൂമി മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിത്യജീവനിലേക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അക്ഷാന്ത പരിശ്രമം നടത്തുന്ന സംഘത്തിൽ നമ്മളുമായി തീരണം. സ്തോത്രം. ഇവിടെ അതാ പറഞ്ഞത്, നിത്യജീവന് വേണ്ടി പ്രവർത്തിപ്പിക്കും, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നിത്യജീവൻ എങ്ങനെ കിട്ടും? പാപത്തിന്റെ ശമ്പളം മരണപത്രേ, പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം, നീതിക്ക് ദാസനായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പോണമെന്ന് റോമാലേഖനം 6:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം സഭയിൽ വായിച്ച് കേട്ടിട്ടില്ലല്ലോ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം സഭയിൽ വായിച്ച് കേട്ടിട്ടില്ലല്ലോ. മരിച്ചു കിടക്കുമ്പോഴാണല്ലോ അതൊക്കെ പറയുന്നത്. എത്ര ദുഃഖകരം, എത്ര കഷ്ടം, എത്ര ശോചനീയം. ഇനി നമുക്ക് അടുത്തൊരു പ്രാവശ്യം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പഠിക്കണം. അടക്കവിശുദ്ധ വാക്യം എടുത്ത് വായിക്കണം. അത് വായിച്ച് പ്രത്യാശ നിർഭരായി ക്രിസ്തുജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഇനി അടുത്ത സ്തോത്രം, അവന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് കർത്താവ് പറഞ്ഞു. എന്താ പ്രവൃത്തി? യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക അത്രേ. യേശു ക്രിസ്തു വിശ്വസിക്കുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് പറഞ്ഞ വചനങ്ങളെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് നമ്മൾ പഠിക്കണം. ഇനി റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 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 31 വാക്യങ്ങൾ വായിക്കാം. 31 മുതൽ വാക്യങ്ങൾ സ്ഫുടമായിട്ട് വായിച്ചാട്ട് യൂട്യൂബിലൊക്കെ പോവുകയാണ് ഈ വചനങ്ങൾ. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ. അടുത്ത എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പമോ. ഇനി അടുത്ത ഈ പറയുന്ന ഭാഗം ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ അപ്പം വന്ന് ഇവിടെ കർത്താവ് വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തെയാണ്, അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസി ഭക്ഷിക്കേണ്ട ദൈവവചനം, ആത്മാവിൽ എഴുതപ്പെട്ട വചനമാണ് എന്ന് നമ്മൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ഇത് പഠിക്കാൻ. വായിക്കാം. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാവുന്നുവെന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. അടുത്ത യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാൾ ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നത് ഒക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അവിടെ കേട്ടെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു എന്ന് കർത്താവ് ശിഷ്യനോട് പറയുക. യഹൂദന്മാരാണ്. ഇസ്രായേൽ മക്കൾക്ക് മന്ന പൊഴിപ്പിച്ചു കൊടുത്ത ചരിത്രമൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഹൃദയത്തിൽ വച്ചിരിക്കുന്ന പത്രോസ്, യോഹന്നാനും യാക്കോബും ഒക്കെ കൂടെ നിൽക്കുന്നത്. അവരോടാ പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന തന്നില്ലേ, അത് എൻ്റെ പിതാവാ തന്നത്. എന്നാൽ ഞാൻ ആരാണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. അവിടെ ഒരു ഭക്ഷിച്ചത് ആക്ഷരിക അപ്പം, ഇവിടെ ഭക്ഷിക്കുന്നത് ആത്മീക ഭക്ഷണം.
അവിടെ ആക്ഷരികമായി ഭക്ഷിച്ചവരെല്ലാം ചത്തുപോയെന്ന് അവിടെ കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്ക് ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. യേശുക്രിസ്തു ആരാണ്? ജീവന്റെ അപ്പം. ഈ സമാഗമന കൂടാരത്തിലെ കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. ആ മേശത്ത് കുറെ അപ്പം ഇരിപ്പുണ്ട്. ആ അപ്പം ആരെയാ കാണിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ നിഴലാണ് അപ്പം. സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. സമാഗമന കൂടാരത്തെക്കുറിച്ച്, ഉപകരണങ്ങളെ കുറിച്ചൊക്കെ കുറേയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് അതുമായിട്ട് ടാലി ചെയ്ത്, കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് ഈ വിഷയങ്ങളെ പ്രസംഗിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ട്. ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു പോവുക. കാഴ്ചയപ്പത്തിന്റെ മേശയിൽ ഇരിക്കുന്ന അപ്പം യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. ആ കവരവിളക്ക് യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. ആ മന്ന ക്രിസ്തുവിന്റെ വചനത്തെ കാണിക്കുന്നത്. മന്നയിട്ട് വെച്ച പൊൻപാത്രം അത് ക്രിസ്തുവിനെ കാണിക്കുന്നത്. പഴയ നിയമത്തിലെ ഉപകരണങ്ങൾ നല്ലൊരു ശതമാനം ക്രിസ്തുവിന് നിഴലായി നിൽക്കുക. കവരവിളക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞു, ഞാൻ സാക്ഷാൽ അപ്പം ആണ് സ്വർഗത്ത്. സ്തോത്രം. എൻ്റെ പിതാവ് അത്രേ സ്വർഗത്ത് നിങ്ങൾക്ക് സാക്ഷാൽ അപ്പം തന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവന് കൊടുക്കുന്നത്. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞതാ. ദൈവത്തിൻ്റെ അപ്പം ഞാനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് വേറെ ഭാഗം പറയുന്നുണ്ട്. ഞാനതൊക്കെ വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 48 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മന്ന തിന്ന ആൾക്കാർ എന്ത് ചെയ്തു? മരിച്ചു. ഇവിടെ ദൈവമേ സ്തോത്രം. വാക്യം വായിക്കും എന്ത് സന്തോഷമാണ്. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. മാംസം വചനം. ഹല്ലേലൂയ. രക്തം എന്നുള്ളത് ആത്മാവായിട്ട് കർത്താവ് ഇവിടെ പഠിപ്പിച്ചു. ഇതിനെക്കുറിച്ച് വിഭിന്നമായ പഠിപ്പിക്കൽ കാണുമായിരിക്കും, എനിക്കറിയില്ല. വേദപുസ്തകത്തെക്കുറിച്ച് എന്ത് പ്രസംഗിച്ചാലും തെറ്റായിട്ടും ശരിയായിട്ടും ഒക്കെ പറയുന്ന ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. എനിക്ക് കിട്ടിയ പഠനം അനുസരിച്ച് ഞാൻ പറയുന്നത്, ഈ മാംസം എന്നുള്ളത് വചനവും രക്തം എന്നുള്ളത് ആത്മാവുമാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. മനസ്സിലായി? ദൈവവചനം ഭക്ഷിക്കുക. ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ആത്മീക ഭോജനം ദൈവവചനം. നിങ്ങൾ ഒരു ദിവസം എത്ര അധ്യായം വായിക്കുന്നുണ്ട്? എത്ര അധ്യായം വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര അധ്യായം വെച്ച് പ്രാർത്ഥിക്കണം? എത്ര അധ്യായം വായിക്കുന്നുണ്ട്? ഒരു അധ്യായം പാടില്ല. 10 അധ്യായം വായിക്കണം. 10 എണ്ണം വായിക്കണം. ഒരധ്യായം വായിച്ച് എന്തോ പഠിക്കാനാ? 10ഉം 15ഉം അധ്യായം വായിക്കും ഞാൻ ചില സമയം. ചിലപ്പോൾ അതിലും കൂടും. കുറഞ്ഞത് 10 അധ്യായം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം എടുത്ത 10 അധ്യായം വരെ വായിച്ചിട്ടേ പോകണല്ലോ എവിടെയെങ്കിലും. അങ്ങനെ വായിച്ചു 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 പഠിക്കണം. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിട്ട് പുതിയ നിയമം തന്നെ 100 പ്രാവശ്യം വായിച്ചു. വേദപുസ്തകം ടോട്ടലായിട്ട് 300 ചില്ലുവാനും പ്രാവശ്യം വായിച്ചു. പിന്നെ എങ്ങനെയാ പുള്ളി പ്രസംഗിക്കാതിരിക്കുന്നത്? പണ്ട് 2 അച്ഛന്മാർ തമ്മിൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞു, എടോ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗത്തിൽ കഥകളും കെട്ടുകഥകളും ഗണിവിക്കഥ, നിർമ്മിത സംഘം, ഇത് കഥയൊക്കെയാണല്ലോ വരുന്നത്. ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ എന്താ വചനം പ്രസംഗിക്കുന്നത്? അവർ വചനം വായിക്കുന്നുണ്ട്, വചനം പ്രസംഗിക്കുന്നു. നമ്മൾ കഥ വായിച്ച് കിടക്കുന്നുണ്ട്, കഥ പ്രസംഗിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ജനത്തിന് എന്താ കിട്ടുന്നത്? വചനം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവിതവും തിന്നുന്ന കഥാവ് ഇവിടെ പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. 6:49 മുതലാണ് ഞാൻ വായിക്കുന്നത്. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. നമ്മുടെ ഈ ന്യൂ ജനറേഷൻ ചെല്ലുമ്പോൾ ഈ വചനങ്ങൾ ഇതുപോലെ എടുത്ത് പഠിപ്പിക്കാത്തതിൻ്റെ കാര്യം എന്താ? അവർക്ക് വചനമില്ല, ചാട്ടം തുള്ളലും മാത്രമേ ഉള്ളൂ. അവർക്ക് അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. നിത്യജീവൻ കിട്ടാൻ സാധ്യതയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് വചനത്തിൻ്റെ പുറകെ പോകണം. വചനം ആരാ? അതിൽ വചനം ഉണ്ടായിരുന്നു,
വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ദൈവമാകുന്ന വചനത്തിന്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. വചനമാണ് നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. ഞാനതിന് മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്, ചുമ്മാ പറയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദിവസങ്ങളിൽ അത്ഭുതങ്ങളുടെ പുറകെ പോകരുത്, അടയാളങ്ങളുടെ പുറകെ പോകരുത്. അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നവനാണ്, അടയാളം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നവനാണ്. അത് നമുക്കൊന്നും അത്ഭുതം അടയാളമൊന്നും വേണ്ട, അത് കർത്താവ് നമുക്ക് ആവശ്യമെങ്കിൽ തന്നോളും, അതൊരു വിഷയമല്ല. നമ്മൾ പോകേണ്ടത് നിത്യജീവന്റെ പുറകെയാണ്, നിത്യജീവന്റെ മൊഴികളുടെ പുറകെയാണ്. കർത്താവ് പറഞ്ഞ വചനങ്ങളുടെ പുറകെയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളതൊക്കെ മറന്ന് മുൻപുള്ളവരുണ്ടി ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളതൊക്കെ മറന്ന് മുൻപുള്ളവരുണ്ടി ആഞ്ഞ് പരമരുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. പിൻപുള്ളതൊക്കെ മറക്കുക, മുൻപുള്ളവരുണ്ടി ആഞ്ഞ്. മുൻപുള്ളത് എന്താ? നിത്യജീവൻ. പരദേശി മോക്ഷയാത്ര ഓടുന്നത് എന്തിനാ? നിത്യജീവനെ പ്രാപിക്കാനാ. ഈ മോക്ഷയാത്രക്കാരൻ എന്തെല്ലാം അത് ഉപേക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പരദേശി മോക്ഷയാത്ര പുസ്തകം എടുത്ത് വായിച്ചു പഠിക്കണം. എൻ്റെ കയ്യിലുണ്ടൊരു കോപ്പി, ഒരു പാസ്റ്ററിൻ്റെ. അത് ചോദിച്ചപ്പോഴാണ് ഞാൻ കൊടുക്കണം, ഞാൻ വായിച്ച് തീർത്തിട്ടില്ല. പരദേശി മോക്ഷയാത്ര പ്രാപിക്കാൻ എന്തെല്ലാം താൻ ഉപേക്ഷിച്ചെന്നറിയാമോ? ജഡ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ചു, ജഡത്തിൻ്റെ ഇച്ഛകളെ ഉപേക്ഷിച്ചു, ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു, താല്പര്യങ്ങളെ ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അവനിൽ പ്രസാദിച്ചു. ആത്മാവിൻ്റെ ശക്തി അവനിൽ പകർന്നു. കഷ്ടതകളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ചൊരിഞ്ഞു കൊണ്ടുവരുന്നു. അവൻ ആ മോക്ഷയാത്ര, ആ ഓട്ടം ഓടി 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 മോക്ഷത്തിലേക്ക് ചെന്ന് കയറി. നമ്മളെങ്ങോട്ടാണ് ഓടുന്നത്? നിത്യജീവന്റെ പുറകെയാണോ ഓടുന്നത്, അതോ ലോകത്തിൻ്റെ പുറകെയാണോ ഓടുന്നത്? ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളുടെ പുറകെ ഓടിയ ശലോമൻ എവിടെ പോയി? ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എന്ന് പറഞ്ഞ ദാവീദ്, യഹോവയുടെ പെട്ടകത്തിന് മുൻപാകെ പഞ്ഞിനൂൽ വസ്ത്രം കൊണ്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച ദാവീദ്, നാഥാൻ പ്രവാചകൻ വന്ന് തെറ്റുകൾക്കെതിരെ പ്രവചിച്ചപ്പോൾ നെടുമ്പാട് വീണ് കരഞ്ഞ് നിലവിളിച്ച് ശുദ്ധീകരണം പ്രാപിച്ച ദാവീദ്, ഇന്നും വിശ്രാമ സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ട്. പഴയ നിയമവിശുദ്ധന്മാരുടെ കൂട്ടത്തിലെ സുഖ സൗകര്യങ്ങൾ ലഭിച്ച സോളമൻ എവിടെ പോയി? നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ച്, പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് നിത്യജീവനിലേക്ക് നടത്തപ്പെടാൻ ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് പിന്മാറുകയാണ്. എൻ്റെ 36-ാം വാക്യം. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, പിതാവ് എനിക്ക് തന്ന ഒക്കെയും എൻ്റെ അടുക്കൽ വരും. 37-ാം വാക്യത്തിൽ പിതാവ് തന്നവരാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. അതിന് കർത്താവ് പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും. നമ്മൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ്, നമ്മൾ പുത്രൻ്റെ അടുക്കലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതിനിടയിൽ നിന്ന് നമ്മളെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും അകറ്റിക്കളയാൻ ദുഷ്ടശക്തികൾ പതിയിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടയച്ചെറുക്കനും സഭയെക്കുറിച്ചും ഒക്കെയുള്ളൊരു പഴയ നിയമത്തിലെ വേദഭാഗത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. ഉത്തമഗീതങ്ങളുടെ പുസ്തകം ഉണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ ഇവിടെ പുസ്തകം? ഉത്തമഗീതങ്ങളുടെ പുസ്തകം ഉണ്ടെങ്കിലും എടുത്തേ. ഞാനത് വായിച്ചത് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നൽകി തരിക. അപ്പോൾ അതുകൊണ്ടത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉത്തമഗീതം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നൽകി തരിക, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാ ഞാൻ പറയുന്നത്. ഞാൻ ആ വാക്യം ഇതാണ്, ഗുരുവാക്യം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആ പ്രസംഗം കിടപ്പുണ്ട്. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. കാന്തേ, ലബനോനെ വിട്ട് എന്നോടുകൂടി വരിക. 2 പ്രാവശ്യം ആ പദം പറയുന്നത്. അമാനാമുകളും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളും പർവ്വതങ്ങളുടെ നിരകളും പർവ്വതങ്ങളും വിട്ട് എന്നോടുകൂടി വരിക. എന്താ അതിൻ്റെ അർത്ഥം? വല്ല അറിയാം? ഇല്ല. ലബനോൻ ഇസ്രായേൽ കത്തിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ മനസ്സിലായോ? ഇസ്രായേൽ മക്കളുടെ എതിരാളികളാണ് ലബനോനിൽ കിടക്കുന്നത്. ലബനോനിൽ നിന്ന് ദേവദാരുക്കളെയും അതുപോലെ വലിയ വലിയ മരങ്ങളെയും വെട്ടിയെടുത്താണ് ശലോമൻ ആലയം പണിതത്. ശലോമൻ്റെ ആലയം കാണാൻ ശേബാരാജിയും മറ്റു രാജാക്കന്മാരൊക്കെ വന്ന ചരിത്രം പുസ്തകത്തിലുണ്ട്. വലിയ പ്രൗഢിയായിരുന്നു. നീ സേവിക്കുന്ന ദൈവവും
നിന്റെ ഈ രാജധാനിയും ശലോമനെ വലുതാകുന്നു എന്ന് പറഞ്ഞ് അവർ സുഗന്ധദ്രവ്യങ്ങളൊക്കെ മേടിച്ച് അവർ പോയി, സന്തോഷത്തോടെ പോയി. എങ്ങോട്ട് പോയി? എല്ലാം കൂടി ജയവാരാജ്യം ശലോമൻ എല്ലാം കൂടി എങ്ങോട്ട് പോയി? നാശത്തിലേക്ക് പോയില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ടാണ് സഭയോട് പറയുന്നത്, നീ സർവാംഗ സുന്ദരിയാണ്, കാന്തേ ലബനോനെ വിട്ടുപോരുക. ലബനോൻ പ്രതാപമുള്ള ജീവിതം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമുള്ള ജീവിതം ലബനോനെ കാണിക്കുന്നു. ഇവിടെ സഭയോട് പറയുക, ലബനോനെ വിട്ടുപോരുക, പ്രതാപമുള്ള ജീവിതം വിട്ടുപോരുക. അല്ലയോ സഹോദര, നിത്യജീവൻ വേണമെങ്കിൽ ഉള്ളത് വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ, നിത്യജീവൻ തരാം. ലബനോനെ വിട്ടുപോരുക. ലബനോനെ വിട്ടുവരാൻ അവന് മനസ്സില്ലായിരുന്നു. സഹോദരങ്ങളെ, നമ്മളിത് പഠിച്ചെടുക്കണേ. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? അമാനാമകളും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളും പർവ്വതനിരകളും ഇതെല്ലാം വിട്ടുപോരാൻ, ദൈവത്തെ സേവിക്കാൻ തടസ്സമായി നിൽക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ. ഈ അനുഭവങ്ങളൊക്കെ വിട്ടെന്ത് ചെയ്യുക? നീ പുറപ്പെട്ടു വരിക. അനേകർക്ക് അതിന് കഴിയുന്നില്ല. നിത്യജീവൻ പ്രാപിക്കാൻ പലതും വിടേണ്ടതുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ പല ബന്ധങ്ങളും നമ്മൾ അറുത്തു മുറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു വാക്യം, അതും പ്രസംഗമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. എന്താ അതിൻ്റെ അർത്ഥം? ഈ വ്യഭിചാരിണി എന്ന് ആരെക്കുറിച്ച് പറയുക? മണവാളനെ വിട്ടുപോകുന്ന അവസ്ഥയാണ് വ്യഭിചാരം. ശരിയാണല്ലോ. അപ്പൊ പുതിയ നിയമസഭ ആരാ? യേശുക്രിസ്തുവിന്റെ മണവാട്ടി പദം അലങ്കരിക്കാണ്. അവര് ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ആരായി? പറഞ്ഞോ? ആത്മീക വ്യഭിചാരി. അങ്ങനെ പറയണം, ആത്മീക വ്യഭിചാരം. വ്യഭിചാരം എന്ന് പറയുമ്പോൾ അക്ഷരിക വിചാരമായി പോകില്ലേ? ആത്മീയ വ്യഭിചാരമായി. ക്രിസ്തുവിനെ വിട്ടുപോയി. അപ്പൊ ക്രിസ്തുവിനെ വിട്ടുപോകുന്ന സഭകളും ക്രിസ്തുവിനെ വിട്ടുപോകുന്ന കൂട്ടങ്ങളും എങ്ങോട്ടാ പോകുന്നത്? ലോകത്തിലേക്ക് ഇറങ്ങി നാശത്തിലേക്ക് പോകും. ഇത് നമ്മൾ പഠിച്ചെടുക്കാൻ എന്താ കാര്യം? എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താ ഈ ലോകസ്നേഹം നമ്മളിൽ നിന്ന് പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ കർത്താവിനെ പഠിപ്പിച്ചത് നിങ്ങളോട് കമ്പിവാചകം പോലെ പറയാം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു സാത്താനാണെന്ന് 4 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 4:4 ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ. ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ. പിശാചി തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടുകൂടി ഇറങ്ങി വന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12:12 വായിച്ചേ. വെളിപ്പാട് 12:12 വായിച്ചേ. പടപടയെന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കുന്ന സമയം നമ്മുടെ മുൻപിലില്ല. ഫ്രാൻസിസ് കണ്ണടയൊക്കെ ആയിട്ട് വന്നെടുത്ത് വായിക്കണം. എന്തുകൊണ്ടല്ല? 9 ഞാൻ വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന ആ മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചാണത്. ഇനി 12-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടുകൂടി ഇറങ്ങി വന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:3 വായിച്ചേ. 20:3 പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. 20:3 സത്യപ്പെടുത്തി 1000 ആണ്ട് തള്ളിയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. ഈ ജാതികളെ ഈ സർപ്പത്തെ എന്തിനാ അഗാധ കൂപത്തിലിട്ടത്? ഈ സർപ്പത്തെ അഗാധ കൂപത്തിലിട്ടത് എന്തിനാണ്? പറ, അതിലെഴുതിയിട്ടുണ്ട്. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? 12 ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. ഭൂലോകത്തെ മുഴുവൻ, ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നവരൊക്കെ പെന്തക്കോസ്തുകാരാ, ജാതികളല്ലേ? അവരെ മുഴുവൻ തെറ്റിച്ച് കളയുക. അപ്പൊ പിശാചിനെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വത്ര പദ്ധതി എന്താ? ജാതികളെ വഞ്ചിച്ച് കളയാതിരിക്കാൻ അവനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഇന്ന് ജാതികളെ മുഴുവൻ ആര് വഞ്ചിച്ചുകൊണ്ടിരിക്കുക? ഈ വഞ്ചനയിൽ നമ്മൾ ചെന്ന് പെട്ടുപോകരുത്.
ജാതികളെ മുഴുവൻ പിശാച് വഞ്ചിക്കുമ്പോൾ, ചതിക്കുമ്പോൾ നമ്മൾ ജാതികളെ പോലെ ജീവിച്ചാൽ നമ്മളെയും ചതിക്കും. ജാതികളെ പോലെ ജീവിക്കുന്ന ആരാണെന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ച് കേട്ടോണേ. അല്ലെങ്കിൽ വിലപ്പെട്ടൊരു ദൂതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്നാൽ, ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ അകന്ന് മനം തഴമ്പിച്ചു പോയവർ. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് ജാതികൾ. നമ്മൾ ജാതികളാണോ? ഇല്ല. നമ്മളാരാ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. നമ്മൾ ജാതികളല്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം.